ഇന്ന് പ്രാർത്ഥിക്കേണ്ട എത്ര വിഷയങ്ങളുണ്ട്? ഏകദേശം 25 വിഷയങ്ങളുണ്ട്. അതിൽ ഞാൻ മണിക്കൂറെടുത്ത് പ്രസംഗിക്കുന്നത് 16 വിഷയങ്ങളാണ്. അത് ഓരോന്നും 2 മണിക്കൂർ വെച്ച് പ്രസംഗിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 16 വിഷയം പ്രസംഗിക്കാൻ 32 മണിക്കൂർ വേണം. നിങ്ങൾ വിഷമിക്കേണ്ട, അത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും യൂട്യൂബിൽ. എവിടെ കിട്ടും? എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന ഒരു പ്രസംഗം, ജോയി പാറയ്ക്കൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ആ വിഷയം അടിച്ചു കൊടുക്കുക. അപ്പോൾ ബാംഗ്ലൂരിൽ ബേഥേൽ ചർച്ചിൽ ഞാൻ 4 ദിവസം പകലും രാത്രിയിലുമായിട്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എമേവറീസ് പാസ്റ്റർ പറഞ്ഞു, എനിക്ക് പാസ്റ്ററിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം ക്ലാസ്സാണ്. ഒരു 4 ദിവസം ക്ലാസ് എടുക്കാവോ എന്ന് ചോദിച്ചു. 45 പാസ്റ്റർമാരുണ്ട് അവിടെ. ഞാൻ പറഞ്ഞെടുക്കാം. അപ്പം അങ്ങനെ 4 ദിവസം ഞായറാഴ്ച അടക്കം ഈ 16 വിഷയങ്ങൾ എടുക്കുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അവിടെ കിടക്കുമല്ലോ, അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനതിവിടെ ഒന്നും പറയുന്നില്ല. ബാക്കി ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ ബാക്കി അതിനകത്ത് കിടപ്പുണ്ട്. ഇനി എന്താണ് ആ വിഷയം എന്നറിയാമോ? 16 വിഷയം ബൈബിളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രവാചകന്മാരോ യഹോവയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവോ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? ആഗോള ഉണർവിനായി പ്രാർത്ഥിപ്പീൻ. ചിലത് പറയുക, കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സംഭവിപ്പാൻ പോകുന്ന ഒഴിഞ്ഞു മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് പ്രാർത്ഥിപ്പീൻ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. ഇങ്ങനെ കുറേ വിഷയം, അതൊക്കെയാണ് ഞാൻ അതിനകത്ത് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ 16 പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് നിങ്ങൾക്ക് ഹോംവർക്ക് പോലെ ഇട്ടിട്ട് ആ ഭാഗം ചാടിക്കിടക്കുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ പകലും രാത്രിയും പറഞ്ഞതിൻ്റെ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ഒരു മോഡൽ പ്രാർത്ഥന അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ 1ാമത്തെ വരവിൽ ഞാൻ കാര്യങ്ങൾ അവസാനിപ്പിച്ച് രാത്രിയിൽ തിരിച്ചു. അകം തേക്കാതെ എങ്ങനെ നമ്മൾ വീടിനകത്തോട്ട് കയറി കൂടുന്നത്? വീട് പണിയുന്നവർക്കറിയാം. നല്ല വിജുവറോട് ചോദിച്ചു നോക്ക്, എന്നാ പാടാണ്. ഇവരെ പുറകെ നടന്ന് വീട് പണിതാൽ 5 കൊല്ലം ആയുസ് കുറയുമെന്നാണ്. പേടിക്കൊന്നും വേണ്ട, അത് ഒരു പൊതു തത്വമാണ്. യുവമാരുടെ പുറകെ നടന്ന് ദേഷ്യപ്പെട്ട് ടെൻഷൻ കൂടി 5 കൊല്ലം നമ്മുടെ ആയുസ് കുറയും എന്നാണ് പറയുന്നത്. വാങ്ങുന്ന വീട്, വെച്ച വീട് മേടിച്ചാൽ അത്രയും കുറയുകയില്ല, ആയുസ് കുറയുകയില്ല. പക്ഷേ മൊത്തം നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള വീടായിരിക്കത്തില്ല. അതാ ഇതിൻ്റെ പുറകെ നടന്ന 5 കൊല്ലം ആയുസ് കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല കൽപ്പണിക്കാർ ചില കൽപ്പണി വീടിനകം തേക്കുകയില്ല. എന്തിനായി ഇട്ടേച്ച് പോകുന്നത്? മഴക്കാലം വരും. മഴക്കാലം വരുമ്പോൾ പണിയുണ്ടോ? പണിയില്ല, പണി കുറവാണ്. അപ്പം തേക്കാൻ എവിടെ എളുപ്പം? അകം. പുറത്ത് തേക്കാൻ മഴയല്ലേ. മഴക്കാലത്ത് തേക്കാനാണ് ഈ അകം ഇട്ടേച്ച് പോകുന്നത്. കരയാൻ വേണ്ടി കരയുന്നല്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതമെല്ലാം. അങ്ങനെയാണ്. യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രസംഗം ആദ്യമായി യൂട്യൂബിൽ വരുന്ന ഈ പ്രസംഗമാണ്. അനി ജോർജ് എന്ന് പറഞ്ഞ തിരുവല്ലയിൽ ഉള്ള പാസ്റ്ററിൻ്റെ കോട്ടയത്തുള്ള ഒരു സഭയിൽ ഞാൻ ഈ മെസ്സേജ് വർഷങ്ങൾക്ക് മുമ്പ് പറയുമ്പോൾ അവരതെടുത്ത് യൂട്യൂബിലിട്ടു. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പം കേൾക്കുമല്ലോ, കാണുമല്ലോ, നമ്മളെയൊക്കെ കാണുമല്ലോ. ഞാനവിടെ എല്ലാം പ്രസംഗിക്കുമ്പം
മിക്കവാറും സഹോദരന്മാർ കുറവാണ്. സഹോദരിമാർ വന്നിട്ട് പറയും, ഞങ്ങൾ ഭാഷ എപ്പോഴും കാണാറുണ്ട്. ഞാൻ വെച്ചവിടെ ഞങ്ങളെ അടുക്കളയിൽ രാവിലെ എന്നോടൊപ്പം പാസ്റ്ററുണ്ട്. അടുപ്പങ്കല്ലെ കുത്തിച്ചാരി വെച്ചേക്കുക. പാസ്റ്റർ ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് രാവിലെ പണിയെടുക്കാനൊരു സുഖം. നാളെ പാല് തിളച്ചു പോയിട്ട് അച്ചായം വന്ന് ചീത്തയും പറഞ്ഞു, ഈ തമാശയും കേട്ടുകൊണ്ടിരുന്ന് എന്ന് പറഞ്ഞു. അത് ഒരു സന്തോഷം, നിങ്ങളങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. കോവിഡ് കാലഘട്ടത്തിൽ ഞാനൊക്കെ മീറ്റിംഗ് ഇല്ലാതിരുന്നപ്പോഴൊക്കെ ഈ യൂട്യൂബിലൂടെ ആളുകൾ പ്രസംഗം കേട്ടാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ചില പൈസയൊക്കെ അയച്ചു തന്നു, സ്വത്രമൊക്കെ അയച്ചു. പക്ഷേ ഇപ്പം മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അയച്ചു തന്നു. ഞാനൊക്കെ ആഹാരം കഴിച്ചത് അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് സഭയില്ലല്ലോ. നിങ്ങൾക്ക് പിന്നെ സഭയുണ്ട്, ഷൈജു പാസ്റ്ററൊക്കെ സഭയുണ്ട്. നേരം വെളുത്ത വാലുറക്കം ചിലപ്പോൾ ഒരു കൂടെ കപ്പയൊക്കെ വാതൊക്കെ ചിലപ്പോൾ വെച്ച് നിങ്ങൾ പോകുമായിരിക്കും. സ്വത്രം അല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള യാക്കോബായക്കാരി ഞാൻ രാവിലെ നടക്കാൻ വിട്ടു വന്നപ്പോൾ ചേന ഇരിക്കുന്നു, ചേമ്പിരിക്കുന്നു. ഇത് ആരാ കൊണ്ടുപോയി? ഞാൻ പറഞ്ഞ ബിജിയോട്, ഇടി ദൂതന്മാർ ഇപ്പോഴും ഉണ്ടടി എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം പതിവിൽ നേരത്തെ വന്നപ്പോഴാണ് ഈ സഹോദരി വെച്ചു പോകുന്നത് ഞാൻ കണ്ടത്. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ചേച്ചിയുടെ രൂപത്തിലാണ് ദൂതൻ വന്നതെന്ന് പറഞ്ഞു. യാക്കോബായക്കാരാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പകല് ചിന്തിക്കാൻ പോകുന്ന വിഷയം ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഈ പ്രസംഗത്തിന് നിങ്ങൾ കേട്ട പേര് ശുഭപ്പെട്ടിരിക്കുക എന്നാണ്. പ്രാർത്ഥിക്കുന്നവർ ശുഭപ്പെട്ടിരിക്കും കേട്ടോ. ശുഭപ്പെട്ടിരിക്കുക എന്നുള്ള വാക്ക് നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ടോ? അധികം മലയാളത്തിൽ അങ്ങനെ ഒന്ന് ഉപയോഗിക്കും. അതിൻ്റെ പര്യായ പദങ്ങളിലേക്ക് വരാം, നാടൻ പദപ്രയോഗങ്ങളിലേക്ക് വരാം. നമ്മളൊരാളെ കണ്ട എന്തോ ചോദിക്കുന്നത്? എന്നാ ഉണ്ട് വിശേഷം? ഞങ്ങളുടെ എറണാകുളംകാർ എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നുവോ? നന്നായിരിക്കുന്നുവോ? വണ്ണം വെച്ചിരിക്കുന്നോ എന്നല്ല, നന്നായിരിക്കുന്നുവോ? പിന്നെ പെന്തക്കോസ്തുകാരാണെങ്കിൽ നമ്മുടെ ഒരു പെന്തക്കോസ്റ്റൽ ലാംഗ്വേജിലേക്ക് വരാം. അനുഗ്രഹമായിരിക്കുന്നുവോ? നമ്മൾ അനുഗ്രഹമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? പഴയ ഹെർക്കുലി സൈക്കിളൊക്കെ മാറ്റി ബുള്ളറ്റ് ആക്കിയോ എന്നായി ചോദിക്കുന്നതിൻ്റെ അർത്ഥം. അല്ല, വീടൊക്കെ പണിതോ? തരക്കേടില്ലയോ? രക്ഷപ്പെട്ടോ? അങ്ങനെ രക്ഷപ്പെടലില്ലേ? രക്ഷപ്പെട്ടോ എന്നൊക്കെ ഈ അനുഗ്രഹമായിരിക്കുന്നുവോ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അതാ. എറണാകുളത്ത് ഒരു ജോർജ് ജോൺ പാസ്റ്ററുണ്ട്, മരിച്ചുപോയി. അദ്ദേഹത്തെ ഒരിക്കൽ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് വിളിക്കാൻ വന്നു. പണ്ടൊക്കെ നേരിട്ട് ആളുകൾ എന്ന് വിളിക്കും. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ, പൂക്കാട്ടുപടിയിലെത്താൻ ഈ കാക്കനാട് വഴി വരണ്ട, ഭയങ്കര തിരക്കാണ്. എടപ്പള്ളി വഴി കാറും കൊണ്ട് വന്നാൽ പെട്ടെന്ന് അവിടെ എത്താം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാറില്ല. ഇല്ലേ? ഇല്ല. ബൈക്കിന് വന്നാലും അതാണ് എളുപ്പം. ബൈക്കും ഇല്ല. സൈക്കിളിന് വന്നാൽ മതി എന്നവർ പറഞ്ഞില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ കൺവെൻഷൻ നടത്തി, നമ്മുടെ കൺവെൻഷൻ പ്രസംഗം 3 ദിവസം കൊണ്ട് സൈക്കിളും ചവിട്ടി ഇവിടെ വരികയാണെങ്കിൽ ആ വന്ന വരവേ ഉണ്ടാവുള്ളൂ. പിന്നെ മേലാൽ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കുകയില്ല. എന്താ മോശം? അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അനുഗ്രഹം അതല്ലെന്നേ. ചായയും ബിസ്ക്കറ്റും കഴിച്ച് വന്നവരിങ്ങനെ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് റൂം ഇവിടെ, ജനൽ അവിടെ, ഇതിലെ പോകുമ്പോൾ ഒരാൾ തലയെ കൈവച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ ദൈവമേ, ദൈവത്താൽ കൈവിടപ്പെട്ട ദൈവദാസന്മാരുണ്ടോന്ന്. എന്താണ് കാര്യം? ദൈവത്താൽ കൈവിടപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇച്ചിരി പുത്തനും ചക്രമൊക്കെ ഉള്ളവരെയാണ് നമ്മൾ ഈ ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നത്. അതൊരു അനുഗ്രഹം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിക്കുക. 11 അബ്രഹാം പുറപ്പെടുന്ന ഉൽപ്പത്തി, 12 വാഗ്ദത്തം, 13 2 ബഹുസമ്പന്നനായി. അപ്പോൾ ഒരു അനുഗ്രഹം ഇല്ലേ? ഇല്ല. പിന്നെന്താ അനുഗ്രഹം? 22 വരുമ്പം ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഇങ്ങോട്ട് വാ, മലയുടെ മണ്ടയിലോട്ട്, എനിക്ക് നിന്നെ ഐശ്വര്യമായിട്ടൊന്ന് അനുഗ്രഹിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ?
അനുഗ്രഹമുണ്ട്, ഐശ്വര്യമായ അനുഗ്രഹമുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? 8 കൂട്ടം കറി കൂട്ടി ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ നാവിന് രുചിയില്ല. കറിയുണ്ട്, പക്ഷെ ഐശ്വര്യമില്ല. പക്ഷെ കാന്താരി മുളക് കടിച്ചു കൂട്ടി കഞ്ഞി കുടിക്കുന്നു, ഭയങ്കര രുചി, അപ്പം ഐശ്വര്യമുണ്ട്. ഞാനിപ്പോഴും ഉച്ചയ്ക്ക് മോരുകറിയാണെങ്കിൽ ഇഷ്ടമാണ്, പക്ഷേ പറയാറില്ല. കാരണം പണ്ടൊരു സ്ഥലത്ത് ചെന്ന് മോരുകറി ഇഷ്ടമാണെന്ന് പറഞ്ഞു, പോരുന്നവരെ 3 നേരം മോരുകറിയായിരുന്നു. ആ ഗതികേട് ഒഴിവാക്കുക. എന്നിട്ടും ഇവിടെ ആദ്യത്തെ ദിവസം മോരുകറിയാണ്, നല്ല മോരുകറി. ഞാൻ നല്ലതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരുപാട് നല്ലതെന്ന് പറഞ്ഞില്ല. കാരണം 8ൻ്റെ പണി കിട്ടിയെങ്കിലും ഒന്നും എഴുതി പറഞ്ഞില്ല. എല്ലാ കറികളും തന്നെ. ഞാനിപ്പോൾ ഈ മോരുകറിയാണ് ഉച്ചയ്ക്ക് ഒരു പച്ചക്കാന്താരി കടിക്കുന്ന പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വാടക വീടൊക്കെ അങ്ങ് മാറി കിടക്കും പറഞ്ഞു, ഇവിടെ എന്നാടാ സ്വന്തം ഒരു വീട് വെക്കുന്നേ, എന്നാടാ സ്വന്തം. ഞാൻ പറഞ്ഞു അതൊക്കെ സമയത്ത്, എന്നാടാ ഞാൻ ചാവുന്നതിന് മുമ്പ് കിട്ടുകൂടാന്നൊക്കെ ചോദിച്ചിങ്ങനെ എപ്പോഴും ബഹളമാണ്. ബന്ധുക്കോസുകാരിയാണ്, പക്ഷെ എപ്പോഴും ബഹളമാണ്. അവസാനം പറഞ്ഞു സ്വന്തമായിട്ടൊരു വീട് വെച്ച്, 2 പെങ്ങന്മാർക്കും വീടുണ്ട്, മൂത്തവർക്ക് 2 വീടുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടില്ല രണ്ടും. അവർക്ക് 2 വീട്, എനിക്ക് വീട് പോലും. ബാമ പറയാ, മിക്കവാറും ഇരുന്ന് പറയും, ദൈവമേ സ്വന്തമായിട്ടൊരു വീട് വെച്ച് 5 സെൻറ്റ്, അതിനകത്തൊരു കാന്താരി നട്ട് അതോരം പറിച്ച് തിന്നിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു, ചത്താൽ മതിയായിരുന്നു. അമ്മയുടെ ആത്മഗതം. അങ്ങനെ 7-8 കൊല്ലം മുമ്പ് ഞാൻ അങ്കമാലി കറുകുറ്റിയിൽ എങ്ങനെയോ ഒരു വീട് മേടിച്ചു. അമ്മ ഒരു കാന്താരി നട്ടു, ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. ഒരു മുളക് നിൽക്കണ കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത്. ഞാൻ ആ കാന്താരി പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും കണ്ണടച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെ എനിക്കിപ്പോൾ സൗകര്യമില്ല കണ്ണടയ്ക്കാൻ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. ആളവിടെ ഉണ്ട്, ഇപ്പോഴും ആരോഗ്യവതിയായിട്ട്, സ്ട്രോക്ക് ഒന്ന് കിടക്കുന്നേ ഉള്ളൂ. ഈ വാക്കിൻ്റെ ശരിയായ അർത്ഥം അറിയാം. യാക്കോബ് എപ്പോഴാണ് 2 ഭാര്യമാർ, 10-13 പിള്ളേർ, മര്യാദയ്ക്കുണ്ടായ ആട്ടിൻകുട്ടികൾ, പിന്നെ വരയും പുള്ളിയും ഉള്ളത് പുള്ളി ഉണ്ടാക്കിയിടത്ത് ആട്ടിൻകുട്ടികൾ. ഇനി എന്തോ വേണം? പക്ഷേ പുള്ളി പാതിരാത്രി നിന്ന് മല്ലു പിടിച്ചു പറയുക, നീ എന്നെ, അതേത് അനുഗ്രഹമാണ്? അങ്ങനെ അനുഗ്രഹം ഉണ്ട് മക്കളെ. അപ്പുറത്തൊരു പുള്ളി നിപ്പുണ്ട്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പുള്ളിക്ക് വിടുങ്ങാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ശത്രുവിൻ്റെ മുമ്പിൽ ജയിക്കുന്നതാണ് അനുഗ്രഹം. ഞാൻ അതിനെ ഇങ്ങനെ കാച്ചിക്കുറിക്കൊരു നിർവചനം പോലെ പറയാം, എന്തുണ്ട് എന്നുള്ളതല്ല അനുഗ്രഹം, എങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു അതാണ് അനുഗ്രഹം. ഒരു കറിയില്ലെങ്കിലും രുചിയുണ്ടായാൽ, നല്ല ബെഡില്ലെങ്കിലും ഉറങ്ങാൻ പറ്റിയാൽ, അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണുള്ളത്? പ്രായമായ അപ്പച്ചന്മാരോട് അമ്മച്ചിമാരോടെല്ലാം ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? മക്കൾ വിദേശത്ത് പോകുന്നതാണോ? ഇരിക്കട്ടെന്ന്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമുണ്ട്. നേരം വെളുത്ത് സ്വയമായൊന്ന് കണ്ണു തുറക്കുക, അതൊരു വലിയ അനുഗ്രഹമാണ്. തിരുവല്ലയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു സൗകര്യം വെച്ച് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് പുഷ്പഗിരി ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ AS മാത്യു എൻ്റെ അടുത്ത് നിൽക്കുന്നു. അദ്ദേഹം എപ്പോഴുണ്ട്, ഇതിപ്പോൾ ലൈവായിട്ടൊക്കെ മുമ്പ് അവർ കേൾക്കുമല്ലോ. ഞാൻ ചോദിച്ചു, സാറേ ഈ രോഗത്തിൻ്റെ പേരെന്താ? പുള്ളി ഏതാണ്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല, അവരൊക്കെ മെഡിക്കൽ ഭാഷയല്ലേ. എനിക്ക് മനസ്സിലായില്ലെന്ന് അറിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, പാസ്റ്ററെ കണ്ണിൽ ഈർപ്പമില്ലെങ്കിൽ നേരം വെളുത്ത് തുറക്കാനൊക്കുകയില്ല. അത്രയും മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ കണ്ണിൽ പീള കെട്ടും. പീള എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? നേരം വെളുത്ത കണ്ണ് തുറക്കുകയില്ല, അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ എന്തോ ചെയ്യുന്നു? പണി കഴിഞ്ഞു ഒന്നങ്ങനെ അത് ഒരു നനവ് വേണം. മക്കളെ എത്ര വയസ്സായി? ചുമ്മാ ചിന്തിച്ചു നോക്കിക്കേ. പറയും, അല്ലൻ എത്ര വയസ്സായി? +2. അബിയസ്ര, ശുഭ, അറിയാവുന്ന പേരൊക്കെ തട്ടിവിടുക. ആൽഫ, അനീറ്റ, ഇനിയും പേര് ചോദിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. എത്ര വയസ്സായി? 15, 18, 20 പോട്ടെ.
പുറകിലോട്ട് പോകാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആരാ പുറകിൽ? 50-60 പ്രായം അനുസരിച്ച് പുറകിലോട്ടാണല്ലോ പോകുന്നേ. ചോദ്യം, ഈ 60 കൊല്ലമായിട്ട് നിങ്ങൾ കണ്ണിൽ വെള്ളം ഒഴിച്ചിട്ടാണോ കിടക്കുന്നത്? അല്ല. കണ്ണിൽ വെള്ളം ഒഴിച്ചല്ല കിടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, നേരം വെളുത്ത കണ്ണു തുറക്കാൻ അതിനകത്ത് ആരാ വെള്ളം ഒഴിച്ചത്? ഒരൽപ്പം കൊതിയും നുണയും ഗർവും പിടിച്ച് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നും പറഞ്ഞ് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാതെ നമ്മൾ കട്ടിലിൽ കിടന്നുറങ്ങിയ സമയത്തും നമ്മുടെ കട്ടിൽ കിടക്കയിൽ കാവലണയ്ക്കുക മാത്രമല്ല, നേരം വെളുത്ത നീ സൂര്യനെ കണ്ടോട്ടെ, ദൈവത്തെ കണ്ടോട്ടെ എന്ന് കരുതി അടച്ചിരിക്കുന്ന കണ്ണിൽ താങ്കൾ പോലും അറിയാതെ വെള്ളമൊഴിക്കുന്ന ഒരു പൂന്തോട്ടക്കാരനെ പരിചയമുണ്ടോ? വീടിൻ്റെ മുറ്റത്ത് ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഓർക്കിഡിനകത്ത് ഒരു ദിവസം വെള്ളമൊഴിച്ചില്ലെങ്കിൽ നേരെ നിൽക്കത്തില്ല, വളഞ്ഞു നിൽക്കും. 40, 50, 60 കൊല്ലമായി ഇന്നുവരെ വളഞ്ഞു നിൽക്കാതെ നേരോടെ നടക്കാനും കണ്ണ് തുറക്കാനും ഒരു ശമ്പളവും വാങ്ങാതെ കൂലിക്കാരനെ പോലെ നമ്മുടെ കണ്ണിൽ പതിറ്റാണ്ടുകളായി വെള്ളമൊഴിക്കുന്ന ദൈവത്തെ ആ 2 കരമൊന്ന് ചേർത്തടിച്ചോ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറയണം, യഹോവ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് സ്തോത്രം പാടും. എന്താ ഏറ്റവും വലിയ അനുഗ്രഹം? നേരം വെളുത്തുന്ന കണ്ണു തുറന്നു, പരസായം കൂടാതെ ഒന്ന് എഴുന്നേറ്റു, തപ്പിക്കുത്തി ഭിത്തിയെ തൊട്ടും കട്ടിലിന്റെ കാലെ പിടിച്ചിട്ടാണെങ്കിലും ടോയ്ലറ്റിൽ വരെ പോയി. പരസഹായം കൂടാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തിരിച്ചു വന്നു, അടുക്കളയിൽ കയറി, ലൈറ്റൊക്കെ ഇട്ട് സ്റ്റൗവൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ കത്തിച്ച് ഒരു കട്ടൻ ചായ തിളപ്പിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായാൽ അതിനേക്കാൾ വലിയൊരു സമ്പത്ത്, അതിനേക്കാൾ വലിയൊരു സമ്പത്ത്, അതിനേക്കാൾ വലിയൊരു സമ്പത്ത് ഈ ലോകത്തിൽ ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. എന്തുണ്ടായിട്ടെന്താ കാര്യം? സ്തോത്രം. നല്ല സമ്പത്തിനെ കുറിച്ചുള്ള നല്ല കൺസെപ്റ്റ് മാറി. പണമാണ് വലുത്, പണം വേണം, നമ്പർ 1 അല്ല. കൃപയും പണവും രണ്ടാണെന്ന് ഞാൻ പറയാറുണ്ട്. കൃപയുള്ളവന്റെ കയ്യിൽ പണമില്ല, പണമുള്ളവന്റെ കയ്യിൽ കൃപയുമില്ല. കൃപയുള്ളവന്റെ കയ്യിൽ പണം വന്നു ചേർന്നാൽ ചിലപ്പോൾ കൃപ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത കെമിസ്ട്രി അകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. അതൊന്നും ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ഉദാത്തമായ മലയാള വാക്കിലേക്ക് വരാം. കൃതാർത്ഥനായിരിക്കുക. എഴുത്ത് ഭാഷ ഏറ്റവും ടോപ്പിലുള്ള വാക്ക് പറയാം, ഉത്കൃഷ്ടമാനസനായിരിക്കുക. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ക്ഷമപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല, പറ. ഇങ്ങനെ പോരട്ടെ. ശരിക്കും പറ, ഉത്കൃഷ്ടമാനസനായിരിക്കുക. ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം എന്തുവരാ? അലനെ ഇവിടെ പോരട്ടെ, ഒച്ചേ ചോടെ വെറുതെ ഉള്ളൂ. പഴയ മണ്ണെണ്ണ എഞ്ചിനാ, ഉച്ചയാകുമ്പോഴേക്കും ശരിയാവും. ഉത്കൃഷ്ടമാനസനായിരിക്കുക എന്ന് പറഞ്ഞേ, ഉച്ച കഴിഞ്ഞ് നിങ്ങൾ യോഗത്തിന് വരാത്തയാളെ ഫോൺ ചെയ്യണം. ഇന്ന് വരാത്തവരെ കാണുമല്ലോ. പകല് വരുന്നവർ രാത്രി വരികയില്ല, രാത്രി വരുന്നവർ പകല് വരികയില്ല. എല്ലാം കൂടെ നാളെ ഞായറാഴ്ച വരുമായിരിക്കും. അന്നേരം ഞാനിവിടെ കാണത്തുമില്ല. എല്ലാം കൂടെ കണ്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അത് കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കുമ്പോഴെങ്കിലും കാണാം. നിങ്ങൾ ഉച്ച കഴിഞ്ഞ് വരാത്തവർക്ക് ഫോൺ ചെയ്യണം. രമണി സിസ്റ്ററെ പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഉത്കൃഷ്ട മാനസയായിരിക്കുന്നുവോ എന്ന് ചോദിക്കണം. അപ്പം രമണി സിസ്റ്റർ ഉത്കൃഷ്ട മാനസയായിരിക്കുന്നുവോ? അപ്പം രമണി സിസ്റ്റർ ഫോൺ പൊത്തിപ്പിടിച്ചു, നമ്മുടെ ലീലാമ്മ വിളിക്കുന്നു, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇന്നലെ വരെ യാതൊരു കുഴപ്പവും
എന്തോ അവൾ ഏതാണ്ടൊക്കെ പറയുന്നു. എടി എന്തോ അല്ല ചേച്ചി, ഉത്കൃഷ്ട മാനസയായിരിക്കുന്നുവോ എന്ന് വെച്ചാൽ എന്താടി? ഇന്ന് പള്ളിയിൽ ജോയി പാറയ്ക്കൽ പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ പേരാണ് ഉത്കൃഷ്ട മാനസരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനെങ്ങനെ വീട്ടിലിരുന്ന ഒക്കുകയില്ല, പള്ളി വന്നാലേ അതിൻ്റെ അർത്ഥമൊക്കെ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പറയാതെ ഒരു കാര്യം പറയാം. മര്യാദയ്ക്ക് പള്ളി വരണമെന്ന് പറയുകയും ചെയ്യാം. അതിങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. സ്തോത്രം. നിങ്ങളിനി എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴും എന്തു പറയണം? ആൽഫ എന്നല്ലേ ഇന്നലെ പറഞ്ഞേ? ഇപ്പൊ എന്തോ പറയണം? പ്രസംഗങ്ങളെ ഉത്കൃഷ്ട മാനസനായിരിക്കുന്നുവോ? അത് കഴിഞ്ഞ് ബാക്കിയൂടെ പറയണം. എന്തോന്ന്? പെരിങ്ങോം. അപ്പം എനിക്ക് മനസ്സിലായി, പെരിങ്ങോമിൽ ഞാൻ ചെന്നിട്ടുണ്ട്, ഈ വിഷയം അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിഷയം മാറ്റും. ഇവിടെ വരുമ്പോഴേ പറഞ്ഞോളൂ ഉത്കൃഷ്ട മാനസനായിരിക്കും. അപ്പം അത് വിടും. അപ്പോൾ ഉത്കൃഷ്ട മാനസരായിരിക്കുവാൻ എന്ത് ചെയ്യണം? ദാനിയേലിൻ്റെ ജീവിതത്തിലുണ്ടായ 3 സ്വഭാവ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. റെക്കോർഡിക്കലല്ല, പ്രാക്ടിക്കലാണ്. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അത് ചൂടാക്കി തിന്നുകയല്ല. എന്താണ്? പ്രാക്ടീസ് ചെയ്യാണ്, ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. 3 സ്വഭാവ ഗുണങ്ങൾ ദാനിയേലിനുണ്ടായിരുന്നു. ആ 3 സ്വഭാവങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം, ഉത്കൃഷ്ട മാനസരായിരിക്കാം കേട്ടോ. എവിടാണ് ഈ പുള്ളി ഉത്കൃഷ്ട മാനസനായിരുന്നത്? ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശന്റെ, അതെവിടാ? അതങ്ങ് ബാബേലിലെ. ഇസ്രായേലിനായ മനുഷ്യൻ, യഹൂദനായ മനുഷ്യൻ വേറെ ഒരു നാട്ടിൽ ഉത്കൃഷ്ട മാനസനായിരിക്കണമെങ്കിൽ നമ്മളും അപ്പം നമ്മുടെ പിള്ളേരൊക്കെ വിദേശത്തൊക്കെ പോകുകയാണെങ്കിൽ അവരൊക്കെ അവിടെ നന്നായിരിക്കും നമ്മൾ അന്വേഷിക്കാറില്ലേ? നമ്മളും ഇവിടെ ആരാണ്? നമ്മൾ വിചാരിച്ചാ പോയവരെല്ലാം പരദേശികൾ. അങ്ങനെ നമ്മളിവിടെ ആരാ? പരദേശികളോ ഉപദേശികളോ? രണ്ടു. ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും തുണയാകും യേശുവോടു ചേർന്നാൽ മതി. തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ, എത്ര മനോഹരമായ പാട്ടാ! ഇതെന്താ ഞാൻ നിർത്തിയിട്ട് നിങ്ങൾ നിർത്താത്തെന്നറിയാം? ആ പാട്ടിൻ്റെ രാഗം അതാണ്. രാജാക്കന്മാർ രാജസന്നദ്ധയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പറയും ഒരു പാട്ട് പാടാം. ആ പാട്ടിൻ്റെ രാഗമാണ് ഈ പാട്ട്. അതൊന്നും നിർത്താൻ തോന്നുകയില്ല. അതുകൊണ്ടാണ് ആ പാട്ട് ആവർത്തിച്ച് നമ്മൾ പാടുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ നമ്മുടെ ആൾക്ക് അധികം രാഗമൊന്നും അറിയാൻ പറ്റില്ല. ആകെ അറിയാവുന്ന ഒറ്റ രാഗമാണ്, നശിപ്പിക്കരുതേന്ന. അപ്പം നമുക്കോട്ട് വരാം. 3 സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? മറ്റേ നാട്ടിൽ, അന്യനാട്ടിൽ പുള്ളി സുഖമായിരിക്കുകയാണ്. അപ്പോൾ ഏതാ 3 സ്വഭാവങ്ങൾ എന്നറിയണ്ടേ? നമ്പർ 1, ദാനിയേലിൻ്റെ ജീവിതത്തിൽ ശുഭമായിരിക്കുവാൻ, ഉത്കൃഷ്ട മാനസനായിരിക്കുവാൻ ജീവിതത്തിൽ അദ്ദേഹം പാലിച്ച 3 സ്വഭാവങ്ങൾ. 1, 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്ക്, എന്നിട്ട് പോയിന്റ് പറയാം. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്ക്. ഒരു ദാനിയേൽ ഹൃദയത്തിൽ മതി നിശ്ചയിച്ചു. ഈ ആൻറ്റിക്ക് ഒരുവിധം പ്രായമുണ്ട്, ഒരുപാട് പ്രായമില്ല. ഞാൻ ആ വീട്ടിലാണ് വിശ്രമിക്കുന്നത്. എന്നാലും വായിക്കുന്നത് കേട്ടാൽ ആരെ പോലെ ഇരിക്കുന്നു? യൂത്തിനെ പോലെ ഇരിക്കുന്നു. യൂത്തെല്ലാം ആരെ പോലെ ഇരിക്കുന്നു? മൂത്തതിനെ പോലെ ഇരിക്കുന്നു.
നമ്മൾ ഈ ചിലർ വാക്യം വായിക്കുമ്പോൾ അങ്ങ് പ്രസംഗിക്കാൻ തോന്നും, ചില വായിച്ച് ഇട്ടേച്ച് പോകാൻ തോന്നും. നല്ല വായന കേട്ടോ, മാറി മാറി വായിച്ചോ, കുഴപ്പമൊന്നുമില്ല, കൊള്ളാം, ദൈവം അനുഗ്രഹിക്കട്ടെ. പിള്ളേരൊക്കെ അത് കയറി പിടിക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച്, ദാനിയേൽ എവിടെ നിശ്ചയിച്ചു? ഒന്നാമത്തെ പോയിന്റ്, ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു ദാനിയേൽ. അതാണ് എന്താണ്? ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു ദാനിയേൽ. രണ്ടാമത്തെ പോയിന്റ്, 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുക. ദാനിയേൽ 6:4. വിട്ടുകൊടുക്കത്തില്ല മക്കളെ, നിങ്ങൾ വെറുതെ തുറക്കാമെന്ന് മാത്രമേ, തുറന്ന് തുപ്പലം തൊട്ട് വരുമ്പോഴേക്കും ആൻറ്റി വായിച്ചിരിക്കും. വായിക്കാം. രണ്ടാമത്തെ പോയിന്റ്, അവൻ വിശ്വസ്തനായിരുന്നു. ഇനി 3-ാമത്തെ പോയിന്റ്, 6-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കും. പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അത്രയേ ഉള്ളൂ. 3 പോയിന്റ്. ഏതൊക്കെയാണ്? ദാനിയേൽ മറ്റൊരു നാട്ടിൽ ശുഭപ്പെട്ടിരിക്കുവാൻ ജീവിതത്തിൽ പാലിച്ച 3 സ്വഭാവ സവിശേഷതകൾ. 1, പ്രമാണമുള്ളവനായിരുന്നു എന്ന് എഴുതരുത്, പിന്നെ എന്താണ്? ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു, 1:8. 2, വിശ്വസ്തനായിരുന്നു എഴുതരുത്, സകലത്തിലും വിശ്വസ്തനായിരുന്നു. 2. 3, പ്രാർത്ഥിക്കുന്നവനായിരുന്നു എഴുതരുത്, പ്രാർത്ഥന ജീവിതമുള്ളവനായിരുന്നു. 3. കാരണം ആദ്യം പറഞ്ഞ 3 നമുക്കുണ്ട് അല്ലേ? നമുക്ക് പ്രമാണമുണ്ട്, വിശ്വസ്തരുമാണ്, പ്രാർത്ഥിക്കുന്നവരുമാണ്. പക്ഷെ അവസാനം പറഞ്ഞ 3 എന്തോന്ന്? ഹൃദയത്തിൽ പ്രമാണമുണ്ടോ, സകലത്തിലും വിശ്വസ്തരാണോ, പ്രാർത്ഥന ജീവിതമുള്ളവരാണോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പിറകിലോട്ട് പോയിട്ട് മുമ്പോട്ട് വരാം. ബാബേൽ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാര്യം പറയാം. 1-ാമത്തെ രാജാവിൻ്റെ പേരൊന്ന് പറഞ്ഞേ. 1-ാമത്തെ രാജാവിൻ്റെ പേര് പറ. നല്ലൊരു പേരാ, ഇരിക്കട്ടെ. എന്നാലും അത് രാജാവ്, ബാബേൽ സാമ്രാജ്യത്തിൻ്റെ രാജാവ്, ഒരു കുഴപ്പമില്ല. അതെങ്കിലും പഠിച്ചു വെച്ചല്ലോ. ഒന്നും മിണ്ടാനേക്കാൾ ഭേദമല്ലേ കൊഞ്ഞപ്പ് എന്ന് പറഞ്ഞതുപോലെ ഒരാളും മിണ്ടാതിരിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ പേര് പറഞ്ഞല്ലോ. അഭിനന്ദനങ്ങൾ. നമ്മുടെ ഇടയിൽ യഹൂദന്മാരുടെ ആദ്യത്തെ ആ കാലത്തെ രാജാവാരാ? ശൗൽ. ഓക്കെ. 2-ാമത്തെ പുള്ളി ആരാ? ദാവീദ്. പുരോഗമനമുണ്ട്. 3-ാമത്തെ ആളാരാ? 100-ൽ 100 മാർക്ക്. 4-ാമത്തെ രാജാവിന്റെ പേര് അപ്പൊ 1 വെട്ടി 2 0. അവിടം വരെയൊക്കെ നിങ്ങൾ കുത്തി വരുമെന്ന് എനിക്കും അറിയായിരുന്നു. 4-ാമത്തെ ആള് വന്നപ്പോഴേക്ക് രാജ്യം 2ആയി വിഭാഗിക്കപ്പെട്ടു. വടക്കേ ദേശം, തെക്കേ ദേശം. യഹൂദ, ഇസ്രായേൽ. ഒരു ഗോത്രം ഇപ്പുറത്തും 10, പിന്നെ 1 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. 2 രാജ്യത്തും 204 വർഷം ഒരു വിഭാഗം ഭരിച്ചു. 319 വർഷം വേറൊരു ഭാഗം ഭരിച്ചു. 19 രാജാക്കന്മാർ വീതം 2 ഭാഗത്തും ഭരിച്ചു. 19 ആലോചിക്കുകയായിരിക്കും അല്ലേ? കാൽക്കുലേറ്റർ വേണോ ഇനി? 19 ശൗൽ, ദാവീദ്, ശലോമോൻ. 38 3 അതിനും ആലോചിക്കണോ? 41 രാജാക്കന്മാർ 411 വർഷം ഭരിച്ചു ഇസ്രായേൽ. കുറെ കൂടെ രാജാക്കന്മാരുണ്ട് കേട്ടോ, 2-3 പേരെ ചേർത്തിട്ടില്ല. ആരൊക്കെ അത്? സിമ്രി, ശല്ലൂം, അഥല്യ ഒഴിവാക്കി. എന്താ കാര്യം? 7 ദിവസം ഒരാളെ കൊന്ന് 1 മാസം അങ്ങനെയൊക്കെ ഭരിച്ചോണ്ട് അവരെയൊക്കെ അങ്ങ് ഒഴിവാക്കി. ചില സമയം ചെല്ലുമ്പോൾ ഇവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്മാർ ദാണ്ട കിടക്കുന്നൊരു 10-25. പക്ഷേ ഒരാഴ്ച വന്നു തമ്മിത്തലുണ്ടാക്കി, അടുത്ത ആഴ്ച പോയി. അവളുടെ പേര് അവിടെ എഴുതുമോ? അതുപോലെ ഇത് എഴുതിയിട്ടില്ല കുറേ എണ്ണത്തെ.
അങ്ങനെ കുറേ എണ്ണത്തിൽ എഴുതിയിട്ടില്ല. അപ്പം 41 രാജാക്കന്മാർ എത്ര വർഷം ഭരിച്ചു? 411 വർഷം ഭരിച്ചു എന്നുള്ളതിനേക്കാൾ നല്ലത് ഭരിച്ച് മുടിച്ച് തേച്ച് കഴുകി. ഇതങ്ങനെ പറയാൻ കാര്യം? അത് പറയാം. രാജാക്കന്മാരും മരിക്കുമ്പോൾ ഒരു പദമുണ്ട്, ഇവൻ്റെ യഹോവയ്ക്ക് പിതാക്കന്മാരുടെ പാപങ്ങളിൽ നടന്നു, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, അങ്ങനെ ആ ചത്തതല്ല. ശലോമോൻ, ഹിസ്കിയാവ്, ആ സൈകനർ 5-6 രാജാക്കന്മാർ കുറച്ച് മര്യാദയ്ക്ക് ജീവിച്ചു, നല്ല രാജാക്കന്മാരായിരുന്നു. ഒരു കണക്ക് പറയുകയാണെ കണക്ക് പിടിച്ചോളണം. ഇവിടെ ഇതിലേക്ക് വരാൻ പോവുക. 41 രാജാക്കർ 411 വർഷം ഭരിച്ചപ്പോൾ 5-6 ഗുണം വന്നു, ബാക്കി ഗുണം വന്നില്ലെന്ന് പറഞ്ഞാൽ 411 വർഷം എത്ര ശനിയാഴ്ചകളുണ്ടെന്നറിയാമോ? ശബ്ബത്ത് 25,000 ഏകദേശം. അതിൽ ഈ നല്ല രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആചരിക്കപ്പെട്ട ശബ്ബത്ത് 2000. 25,000 2000 പോയ ബാക്കി എത്ര? 23,000. 23,000 ശബ്ബത്തുകൾ ഇവരെന്ത് ചെയ്തിട്ടില്ല? ആചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലൊന്നും പോയിട്ടില്ല. എന്താ പോകാതിരുന്നത്? എന്താ വെച്ചാൽ പള്ളിയിൽ വരാതിരുന്നത്? വന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് സാക്ഷിയൊന്നും പറഞ്ഞില്ലല്ലോ, അറിഞ്ഞില്ലെന്നേ. ഇടക്കൂട്ടായ്മയ്ക്കൊന്നും കണ്ടില്ലല്ലോ, കണ്ടില്ലെന്നേ. അങ്ങനെ ഇതൊരു പണ്ടത്തെ കഥയാ. അങ്ങനെ ഇരിക്കുമ്പം കർത്താവ് ഒന്ന് സഭ പോയി, അപ്പച്ചൻ അവിടെ ശേഷിച്ചു. അപ്പം നാട്ടുകാർ ചോദിച്ചു, കർത്താവ് വന്നല്ലോ, സഭ പോയല്ലോ, അപ്പച്ചൻ എന്തേ പോകാത്തത്? പോയില്ലെന്നേ. കർത്താവ് വന്നാലും നല്ല ഈയിടെ ഒരു പാസ്റ്റർ കല്യാണത്തിനൊക്കെ ആവേശം കയറി പ്രസംഗിച്ച് മണവാളിലെ മണവാട്ടിയുടെ ആർഭാടം കണ്ടപ്പോൾ അങ്ങ് ദേഷ്യം എന്ന് പറഞ്ഞ്, ഇരിപ്പൊക്കെ കൊള്ളാം, സംഗതിയൊക്കെ കൊള്ളാം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കർത്താവ് വരുമ്പോൾ പോകാൻ ശ്രമിച്ചോളാം, ആർഭാടും ഒക്കെ. കർത്താവ് എങ്ങാനും വന്ന ശേഷം നിങ്ങളെങ്ങാനും ഞാനിവിടെ കണ്ടാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് തോന്നുന്നു. നമ്മൾ ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. വന്നതിന് ശേഷം ഞാനെങ്ങാനും നിങ്ങളെവിടെ? അപ്പൊ ഇങ്ങേരും ഇവിടെ തന്നെ. അപ്പൊ നമുക്കിഞ്ഞ് പോരാം. ഈ 23,000 ദിവസങ്ങൾ പള്ളി പോയില്ല. അച്ഛാ ഒന്ന് കേട്ടോളേ, നമുക്കങ്ങനെ ഈ പള്ളി പോകുന്ന കാക്കട പണിയാ, പെണ്ണുങ്ങളുടെ പണിയല്ലയോ? ആണുങ്ങളൊക്കെ ഞായറാഴ്ച ഒന്ന് കൃത്യമായിട്ട് ഞാൻ ഈ സഭയിൽ ഉണ്ടെന്ന് കസേരയിലേക്ക് പോയി കളയും. പറയരുത് ഈ വെള്ളിയാഴ്ച ദിവസം ഇട ദിവസമൊക്കെ ആർക്ക്, നമുക്ക് വേറെ പണിയില്ലയോ? ഞങ്ങളുടെ ഒരു സഭ വയനാട്ടിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പള്ളി പണിത് ഞാൻ പോയില്ല, അവിടെ എനിക്ക് പോയില്ല. ഞാനായിരുന്നു പ്രസംഗം പോകാൻ പറ്റിയില്ല. ഞാൻ 1 കൊല്ലം കഴിഞ്ഞാൽ പോയില്ല. എന്നപ്പോൾ നല്ല മനോഹരമായ പള്ളി, ഇതുപോലത്തെ ഒരു പള്ളി, നല്ല സെറ്റപ്പായിട്ട്. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഞായറാഴ്ച അനൗൺസ്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തൊട്ടടുത്തൊരു പലചരക്ക് കടയുണ്ട്, ഒരു മലയുടെ മണ്ടയ്ക്കാ പള്ളി. അവിടെ ചായക്കടയും ഒരു പലചരക്ക് സാധനവും ക്യാരംസ് കളിക്കാനുള്ള ബോർഡും ചെസ്, അങ്ങനെ ഒരു ചെറിയൊരു മുക്ക്. അപ്പോൾ ഈ സഹോദരന്മാരെല്ലാം ചേതക്കനകത്തും സ്കൂട്ടറിനകത്തും എല്ലാം ഈ സഹോദരിമാരെ കൊണ്ടുവന്ന് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ അൺലോഡ് ചെയ്തിട്ട് ഇവരെല്ലാം എവിടെ പോയിരിക്കും? ഈ ചായക്കടയിൽ. അപ്പോൾ ഈ പാസ്റ്റ് പറയുക, ബുധനാഴ്ച കുടുംബയോഗം, ഞായറാഴ്ച രാത്രിയിൽ സഹോദരന്മാരുടെ പ്രാർത്ഥന, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. സഭാഹാളിലല്ല, ആ ചായക്കടയിലായിരിക്കുമെന്ന്. തമാശയ്ക്ക് പറഞ്ഞു. ഞാൻ നോക്കി പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഒരെണ്ണത്തെ ഇവിടെ കാണാനില്ല, ഈ ഇരിക്കുന്ന എല്ലാം അവിടെ ഉണ്ട്, അവിടെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അടുത്ത വെള്ളിയാഴ്ച മുതൽ. ഈ സഹോദരന്മാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന ആർക്കുള്ളതാ? നമുക്ക് അതിനകത്തൊന്നും. ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്നപ്പം ഇങ്ങനെ പള്ളി മുറ്റത്തോട്ട് വണ്ടി ഇങ്ങനെ വരികയോ, ഒരുപാട് വലിയ പള്ളിയോ. അപ്പം ഞാൻ പാസ് പറഞ്ഞു, നാളെ കുറവായിരിക്കും, എന്നാലും പാസ്. ഞാൻ പറഞ്ഞു ഉള്ളവർ വെച്ച് ഞാൻ പറഞ്ഞു നാട് നിരന്തരമായിട്ട് വണ്ടി വന്നു. അതിപ്പോൾ കണ്ടോ? അവരുടെ
ബുള്ളറ്റ് വരുന്നു, കാല് വരുന്നു, എല്ലാം തുറന്ന് ഓരോന്നിറങ്ങുന്നു, ബാക്കിയെല്ലാം പോകുന്നു. അപ്പോൾ ഒരു സ്കൂട്ടർ ഇങ്ങനെ കറങ്ങി തെച്ച് ബൈക്കിന് വന്നു വെച്ച് പിള്ളേർ പറഞ്ഞു. പാണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം അച്ഛൻ പറഞ്ഞു, ഫാസേ കാണാം, വൈകിട്ട് കാണാം, പോവോ? പാൻറ്റോട് ചോദിച്ചു, അച്ഛൻ എന്നാ ജോലി? ഒരു പണിയില്ല. എവിടെ ഇപ്പോൾ? ഉറങ്ങാൻ പോവുകയെന്ന്. സഹോദരന്മാരെ, കണക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സവാള ഉള്ളിയും സാരി മേടിച്ചു കൊടുത്താൽ കണക്ക് തീർന്നു എന്നാ. അല്ല. സാറ ചിരിച്ചപ്പം സാറയോടാണോ ചോദിച്ചത്? അബ്രഹാമിനോടാ ചോദിച്ചത്. സാറ ചിരിച്ചത് എന്ത്? ആത്മീക നിലവാരത്തിൻ്റെ ലീഡർഷിപ്പും വീട്ടിൽ കുടുംബനാഥന് തന്നെ. അലസത കാണിച്ചാൽ എഴുതിയിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തോളണം. സ്വത്രം. അങ്ങനെ ഇങ്ങോട്ട് പോരുമ്പം ഈ 23,000 ശബ്ദത്തെ ലംഘിച്ചിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. അതാ വേറെ കാര്യം. എന്താ മുടക്കിയത്? കാശുണ്ടായില്ലേ? ഉണ്ടായിരുന്നു. പള്ളിയില്ലായിരുന്നു? പള്ളി ഉണ്ടായിരുന്നു. പള്ളിയിൽ ന്യായപ്രമാണ പുസ്തകം വായിക്കാൻ ശാസ്ത്രിയില്ലേ? ഉണ്ട്. പ്രസംഗിക്കാൻ അവിടെ മഹാപുരോഹിതല്ലേ? ഉണ്ട്. യാഗം നടത്താൻ യാഗപീഠമില്ലേ? ഉണ്ട്. യാഗവസ്തുവില്ലേ? ഉണ്ട്. പോകാൻ ആരോഗ്യമില്ലേ? ഉണ്ടെന്നാ. പിന്നെ പോകാതെ? പോയില്ല. ചിലതാ പോകാത്തെ. പോയില്ല. അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വന്നവന് കഷ്ടപ്പാടും കണ്ണീരും കഞ്ഞുകൂടി, വരാത്തവന് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ 25 കൊല്ലം പാസ്സായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സഭയിൽ ഒരച്ചായൻ 2-3 ആഴ്ചയായി വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, വരാത്ത അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പേരിടുക, കരിയാച്ചേട്ടൻ, ചുമ്മാ ഇരുന്നോട്ടെ, അതല്ല പേര്. വേറെ ഏതാണ്ട് അവണ്ടത്തൊരു സഭയിലാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയെ കണ്ടപ്പം പുള്ളി എന്നോട് രസകരമായൊരു മറുപടി. ഞാൻ ഒരു ചിന്ത വെച്ചാൽ വരാത്ത. വന്നില്ല എന്ന് എഴുതി. ഇപ്പം എന്നാ വാസ്? വരുന്നവരെക്കാൾ അനുഗ്രഹം വരാത്തവർക്കാ. ഞാൻ പറഞ്ഞു, അതെങ്ങനെ? ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമൊക്കെ ലീലാമ്മ പറഞ്ഞ് അറിഞ്ഞായിരുന്നു. എന്തോന്ന്? 10-60 പേരുണ്ടല്ലോ സഭയിലെന്ന്. പാസ് ആ വന്ന 59 പേർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചില്ലെന്നും, പക്ഷെ സഭയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നും ഞാൻ അറിഞ്ഞു. അപ്പം അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നെ എല്ലാവർക്കും ശ്രദ്ധിക്കത്തക്ക നിലവാരത്തിൽ പാസ്റ്റർ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി അഭിഷേകം എറിഞ്ഞു പിടിപ്പിച്ചതുപോലെ എനിക്ക് വീട്ടിലിരുന്നപ്പോൾ ചെന്നവരെക്കാൾ അനുഗ്രഹം കിട്ടി. ശരിയല്ലേ? അച്ചായ മന്ദിലെന്ന് പറഞ്ഞ അച്ചായൻ്റെ പൊറോട്ട ഇറച്ചി കൂടെ നമ്മൾ കൊടുത്തു വിടുക, അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ വാചകം മാറ്റി. അതുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, കർത്താവെ വരാതിരിക്കുന്നവരെ ദൈവമേ നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഞാൻ ഇപ്പം മാറ്റി. ഇപ്പം ഞാൻ പറഞ്ഞത്, കർത്താവെ ന്യായമായ കാരണത്താൽ വരാതിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. അപ്പം അല്ലാത്തവരെയോ? നല്ല ചൂരവടി കൊണ്ട് ഒരു പ്രയോഗമൊക്കെ ചെയ്ത് അടുത്ത ആഴ്ച എന്ത് ചെയ്യണം? ഇങ്ങനെ പറയേണ്ടത്, പക്ഷെ ഇരിക്കണമല്ലോ എന്ന് കരുതി അതൊന്നും പറയാറില്ല. മനസ്സിലുണ്ട്. കണക്കിലേക്ക് വരാം. അപ്പൊ എത്രയാഴ്ച സഭായോഗം മുടക്കി? 23,000. കണക്ക് വല്ല പിടുത്തണ്ട. ഈ അനീറ്റ വിചാരിക്കുന്ന ഈ പാസ്റ്റ് എന്തും മിടുക്കന്, ബേദോസിലും തുറക്കാതെ ഇത്രയും ശബ്ദത്തെ ദിവസമൊക്കെ പറഞ്ഞു, ഇത്ര കറക്റ്റായിട്ട് കണക്ക്. എൻ്റെ പൊന്നുമോളെ, എനിക്ക് കണക്കിന് യാതൊരു മാർക്കുമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് 10 പ്രാവശ്യം കൂട്ടി നോക്കി വെച്ചാണ് വന്നിരിക്കുന്നത്. തെറ്റിപ്പോവരുതല്ലോ എന്നെഴുതി. ഈ ഇരിക്കുന്നതൊക്കെ എനിക്കറിയാം. എഞ്ചിനീയറും ഡോക്ടർ, എയറോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, BS നഴ്സിംഗ്, അത് ഇത് മറ്റ് ബാംഡി എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നത്. നമ്മളാ അതുകൊണ്ട് കുത്തിയിരുന്ന് കൂട്ടിവെച്ചാ വന്നിരിക്കുന്നത്. തെറ്റൊന്നുമില്ല. 23,000 ആരാധന മുടക്കിയിട്ട് ഇവർക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്നാ കുഴപ്പം? അല്ല, നമ്മളിപ്പോൾ ആരാധന മുടക്കുന്ന എന്ത് കാര്യം പറഞ്ഞാൽ വണ്ടിക്കൂലി കാശില്ലേ? ഉണ്ട്. പണ്ട് ബസ്സിനല്ലേ വരുന്നത്, 7 രൂപ കൊടുത്ത്. അതെ, അന്നേരം കൃത്യം വരുമാനം. ബസ്സിന് സമയം തെറ്റാൻ ഒക്കത്തില്ല. അവിടെ ഒന്ന് നിർത്തണ്ടായോ? 7:10 പോണ്ട വണ്ടി 7:10 കഴിഞ്ഞ് അടുത്ത വണ്ടിക്കാരൻ ചീത്ത പറയും. എന്നിട്ട് പിന്നെ ഈ 500 മീറ്റർ നടന്നു വരുന്ന ഭാരം ഓർത്തപ്പോൾ തമ്പുരാനൊരു 7 ലക്ഷം 9 ലക്ഷത്തിൻ്റെ വാഗണാറ് തന്നു. ഇപ്പം 10 മിനിറ്റ് വൈകിയാണ് വരുന്നത്.
ഏതായിരുന്നു ലാഭം? ലൈൻ ബസ്സോ വാഗണാറോ? ഉണ്ടോ? വെടികൊണ്ട പന്നിയെപ്പോലെ എന്നെ നോക്കുന്നു. ഏതാ ലാഭം? നിങ്ങൾ പറ. വണ്ടി ഉണ്ടായിട്ടും വൈകി വരികയാണെങ്കിൽ അതങ്ങ് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ നല്ലത്? ട്രാഫിക് ബ്ലോക്കും പെട്രോൾ അടിക്കാൻ കയറുന്നതും കയറിപ്പോരാൻ നേരത്തെ കാറ്റില്ലെന്നറിയുന്നതും കാറ്റടിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നമാണെങ്കിൽ ഇതങ്ങ് കൊടുത്തേച്ച് നമുക്ക് ലൈൻ ബസ്സിനകത്ത് എതിരിഞ്ഞ് വരുമല്ലയോ നല്ലത്? അർത്ഥമുള്ളം കേട്ടോ. ദൈവം തമ്പുരാൻ സൗകര്യങ്ങൾ തരുന്നത് അലസരാകാനല്ല. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും ഒരു അനുഗ്രഹം തരുന്നത് അത്രയും ആത്മീകമായി മുന്നേറാനാണ്. അത് മനസ്സിലാക്കണം. സ്തോത്രം. ഇനി അടുത്തത്, രാജ്യം രണ്ടായിട്ട് തിരിഞ്ഞു. രഹബയാം, യൊരോബയാം തിരിഞ്ഞു. ഞാൻ പറഞ്ഞു നാട്ടിൽ പറഞ്ഞ യഹോയാക്കീം, യഹോയാഖീൻ, സിദക്കിയാവ്. 3023, 745, 832, 4600 പേരെ കയ്യും കാലും കെട്ടി ചങ്ങലയും പിടിച്ച കണ്ണും കുത്തിപ്പൊടിച്ച് എവിടേക്ക് കൊണ്ടുപോയി? ബാബേൽ. കണക്ക് പിടിച്ചോളേ. ബാബേലിൽ എത്ര കൊല്ലം ജീവിച്ചു എന്നറിയാമോ? ആൽഫയ്ക്ക് 70 കൊല്ലം. ഒരു വർഷം യഹൂദന് എത്ര കൊല്ലമാണെന്നറിയാമോ? 360. അവർ ചന്ദ്രമാന വർഷമാണ്. ചന്ദ്രന്റെ വൃത്തിശയങ്ങൾ 14, 14, 28. പൗർണമവാസി, അമാവാസി 2. 28 2 30 × 12 360 അവർക്ക്. വാക്യം 104 സംഖ്യത്തിലും 19 വാക്യം. ഇപ്പോൾ വായിക്കണ്ട, എന്തെങ്കിലും വന്നാൽ ഞാൻ പ്രാപഞ്ചിക ലക്ഷണങ്ങൾ പറയുമ്പം പറഞ്ഞോളാം. അവിടെ കിടക്കട്ടെ. അപ്പം എത്ര ദിവസം അവിടെ പോയി കിടന്നു? 70 × 360 23,200 പരം ദിവസങ്ങൾ. ഇപ്പം എന്തെങ്കിലും പിടികിട്ടിയോ കൊച്ചിന്? എത്ര ദിവസം ആരാധന മുടക്കി? 23,000. ഇപ്പം എത്ര ദിവസം അവിടെ കിടന്നു? 23,200. അത് പലിശയാ. അന്നേരം എന്താ അവർ പറഞ്ഞ്? ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം. അവർ കിന്നരൊക്കെ എടുത്ത് കമ്പിയൊക്കെ മുറുക്കി, യേശു നല്ലവൻ, അവൻ അപ്പം അവർ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, എന്താ കാര്യം? ഇവിടെ ഒന്നും പാടണ്ട. പിന്നെ ഈ സാധനങ്ങളൊക്കെ എവിടെ തൂക്കിയിട്ടു? ആലറി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. പിന്നെ പാടിയ പാട്ടറിയാമല്ലോ, ദുഃഖത്തിൻ്റെ പാനപാത്രത്തിൻ്റെ പഴയ പതിപ്പാ പാടിയത്. നിന്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടോ? ഓർത്തോളം കേട്ടോ. രാജാവുണ്ട്, ആലയമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഭാഷയിലേക്ക് വരാം. കുഴിച്ചിടാൻ ചവക്കോട്ടയുണ്ട്, അതിൽ ഒന്നാന്തരം പെരിങ്ങൂത്ത് പള്ളിയുണ്ട്. ഞങ്ങളൊക്കെ 2-3 സെന്റിനകത്ത് ആരാധിക്കുമ്പോൾ 10-20 കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, പാസേജ് വേറെയുണ്ട്, നടന്നു വരാൻ ആരോഗ്യമുണ്ട്, വണ്ടിയുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ആത്മീയതയ്ക്ക് അവധി കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരപ്പീലുമില്ലാതെ ആധികാരികമായി വീണ്ടും പറയുന്നു, ന്യായമല്ലാത്ത കാരണത്താൽ ആത്മീയതയ്ക്ക് അവധി കൊടുക്കുന്നവർ കുറിച്ചിട്ടോ കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം, സ്തോത്രം. 23,000. അതാ പറഞ്ഞത്. പണ്ടെൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, ഞാനങ്ങ് UAE പോവുക. ഞാൻ ചോദിച്ചു എന്തോന്നിന്? കുറേ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പോയേച്ച് വരാം. ആരാ വിളിച്ചേ? ആരും വിളിച്ചൊന്നുമില്ല, ഞാനങ്ങ് പോവുക. ഞാൻ പറഞ്ഞ വട്ടാണോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചോ. വട്ടാണോ? ഇടവേ കടമായിട്ട് നിൽക്കാൻ വരാം. കടം മേടിക്കാതെ ജീവിക്കണമായിരുന്നു. കുറച്ച് കടം മേടിക്കും മനുഷ്യൻ. ഞാൻ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞു KSRTC വണ്ടി കയറി പോകുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വല്ലപ്പോഴൊക്കെ പോകുന്ന ആൾ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ഈ പിന്നെ വിളിക്കാത്ത പാസ്റ്റർമാർ ചെല്ലുന്ന അവർക്ക് ഇഷ്ടമല്ല. അവർ പറഞ്ഞ പഴഞ്ചൊല്ലോലും കേട്ടിട്ടുണ്ടോ? വിളിക്കാത്ത പാസ്റ്റർ വന്നാൽ ഇതുപോലെ സഭായം കഴിയുമ്പോൾ അവർ പറയും, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്നാ കേൾവി. അങ്ങനെയൊന്നും അല്ല പറയുന്നേ. ഭാഷ നിങ്ങൾ കേട്ടോളണം. ഒരു ഡെഡ് ബോഡി കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ടെന്നാണ് പറയണേ. ഒരു ഡെഡ് ബോഡി കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പോലീസുകാർ പറയും, അത് ഞങ്ങളുടെ അതിർത്തിയിലെ തോട്ടിലല്ല.
അപ്പം അടുത്ത പോലീസ് അത് ഞങ്ങളുടെ ഇങ്ങോട്ട് തള്ളി അപ്പുറത്തോട്ട് ഇത് ഞങ്ങളുടെ അതിർത്തിയിലല്ല. ഓരോ സഭയും തള്ളുക. ദൈവത്തെ ഓർത്ത് നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് പോകാറില്ലല്ലോ. പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ പുള്ളി പോയി. എന്നോട് പറഞ്ഞു, അവിടെ ചെന്നേ വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും. ഒരാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചില്ലേ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനാ മുറിയുണ്ട്, ഇങ്ങോട്ടൊക്കെ വരാം. അവിടെ കയറിയിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാടൊന്നും പ്രാർത്ഥിച്ചില്ല, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പറയുക പിന്നെ ബിജുയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ബനിയേക്കാൾക്കുള്ള അവളാ മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ലേ? ഞാൻ പറഞ്ഞു എപ്പോഴും മുട്ടുകുത്തി, നമ്മുടെ കാര്യത്തിലല്ലേ, ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ല, ആ ഗുരുവില്ല. ഈ കരയാന്ന് പറഞ്ഞാൽ തൊട്ടാ കർത്താവ് ഇങ്ങനെ കാലിൻ്റെ വൈപ്പറിടുന്ന പോലെ കർത്താവ് ഇങ്ങനെ കരയാറില്ലേ? അത് കരച്ചില്ല, ചുമ്മാ നമ്മളിങ്ങനെ കാണിക്കുന്ന ഒരു ഇത് കർത്താവ് ഇങ്ങനെ അത് ചുമ്മാ കാണിക്കുന്ന കരയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതിന് ഇത് അറിയാൻ വേണ്ടി ഞാനൊരിക്കൽ പാസ്സായിരുന്ന സമയത്ത് ഒരു സൗകര്യം കർത്താവ് കാണിച്ചപ്പോൾ ഞാൻ കരച്ചിലാണ്. ഞാൻ ഇങ്ങനെ നോക്കി. പിള്ളേർ ചോദിക്കുന്നു അങ്ങനെ പാസ്റ്റർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണൂർ നോക്കാവോ? അതല്ലേ ഇപ്പോൾ ചിരിച്ചതിനർത്ഥം. നോക്കാം, ഞങ്ങൾക്ക് നോക്കാം. ബസ്സിനകത്ത് എഴുതി വെച്ചിട്ടുള്ള കയ്യും തലയും പുറത്തിടരുത്. ആരുടെ? യാത്രക്കാരുടെ. ഡ്രൈവർ എപ്പോഴും കൈ പുറത്തിടും, കണ്ണാടി നോക്കും. ഇയാളുടെ കയ്യും തല എപ്പോഴും പുറത്താ. വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ അത് പുറത്തിട്ടേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ കണ്ണുർത്തിരിക്കണത് ആരാ കണ്ണടയ്ക്കുന്നത് ഞങ്ങൾ നോക്കണ്ടായോ? ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കണ്ണടച്ചാ നോക്കുകയില്ല. അപ്പോ ഇയാൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചെങ്കാതി, ഞാൻ പറഞ്ഞല്ലേ എന്താ സംഭവം നിങ്ങൾക്കറിയാമോ? അയ്യോ, ഇങ്ങേരെ ഏതൊരു വീട്ടിൽ ചെന്ന് കയറി. അവിടെ അച്ഛനും ആൻറ്റിയും ഉള്ളു, പിള്ളേരൊക്കെ. അപ്പം ഇങ്ങേരവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് കരുതി എന്നോട് കുറേ നമ്പറൊക്കെ ചെയ്യാൻ കൊടുത്തില്ല, ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പം ഇങ്ങേര് ഞങ്ങൾ നന്നായിട്ട് പുള്ളി പാചകം ചെയ്യും, നല്ല മനോഹരമായ ഗാത്രനായ പാസ്റ്റർ. പുള്ളി എന്ത് ചെയ്ത് ഒരു ദിവസം പുള്ളി മൈദമാവൊക്കെ കുഴച്ച് നല്ല ഒന്നാം തരം ചപ്പാത്തി ഉണ്ടാക്കി വെച്ച്. ചപ്പാത്തി തിന്ന ആൻറ്റി പറഞ്ഞു ഇത്രയും നല്ല ചപ്പാത്തി കഴിച്ചിട്ടില്ല, ഇനി മുതൽ പാസ്റ്റർ പോകുന്നവരെ പാസ്റ്റർ ചപ്പാത്തി ഉണ്ടാക്കി. അങ്ങനെ ചപ്പാത്തി മുതൽ വീട് അടച്ചു തുടക്കുന്ന എല്ലാ പരിപാടികളും അപ്പോൾ പുള്ളിയാണ് അവിടെ. അന്നേരം പറഞ്ഞത് ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ ഇത്. മനസ്സിലായോ? ഓർത്തോ? ദാ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കാം. അതിന് പറയുന്ന പേരാ അഭിമാനം. എൻ്റെ ദൈവം ഇന്നലെ പറഞ്ഞു. ഇവിടെയും കൈവച്ച് പ്രാർത്ഥിക്കാം. അന്നേരം പറയുന്നത് എൻ്റെ ദൈവം എന്ന രണ്ടും രണ്ട് ടോണാണ്. എൻ്റെ ദൈവം അതൊരു സ്റ്റൈൽ, എൻ്റെ ദൈവമേ അത് വേറെ സ്റ്റൈൽ. മനസ്സിലായോ? അതുകൊണ്ട് ഈ പെരിങ്ങോമിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, നെഞ്ചിൽ കൈവച്ച് ആരാധിക്കുവാൻ, അഭിമാനത്തോടെ ആരാധിക്കുവാൻ തമ്പുരാൻ അവസരം തരുമ്പോൾ തന്നില്ലെങ്കിൽ തലയിൽ കൈവച്ച് അപമാനത്തോടെ വിങ്ങിപ്പൊട്ടി നിലവിളിക്കേണ്ട കാലം വരുമെന്ന്. എങ്ങനെയാണ് ഈ കഥ പോകുന്നത്? അങ്ങനെ അവരവിടെ എത്തി. അപ്പൊ അവിടത്തെ കാര്യം പിടികിട്ടിയല്ലോ. ഇനി ഒന്നാമത്തെ കാര്യം, ഹൃദയത്തിൽ പ്രമാണമുള്ളവരായിരുന്നു. പ്രമാണം കൊണ്ടുപോകാനൊന്നും പറ്റുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ പ്രധാനപ്പെട്ട വിഷയം അതല്ല. 6:10 അങ്ങോട്ട് വരും. ഈ പ്രമാണം എവിടാ കൊണ്ടു നടക്കണ്ടേ? ഹൃദയത്തിൽ. നമ്മളിപ്പോൾ എവിടാ കൊണ്ടു നടക്കുന്നത്? കയ്യിൽ, കക്ഷത്തിൽ, കവറിൽ, ഷോക്കേസിൽ ഒക്കെയാണ് കൊണ്ടു നടക്കുന്നത്. എൻ്റെ രാജക്കാട് ചെന്നപ്പം സവക്കാർ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, ഒരു അലമാരിയിരിക്കുന്നു, അതിൻ്റെ മേളിൽ നിന്ന് ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു 6-7 പേര്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ? എൻ്റെ ഭാഷ എനിക്കൊരബദ്ധം പറ്റിയത്. ക്രിസ്ത്യാനി അല്ലാത്തൊരു സഹോദരി രക്ഷിക്കപ്പെട്ടു. ഇപ്പം സിറ്റി കുടിഞ്ഞ് പോരാൻ നേരത്ത് ഭർത്താവും കൂട്ടുകാരും അവിടെ കലങ്കയിലിരിക്കുന്നു. അപ്പം അവർ പറഞ്ഞു നിന്നെ കെട്ടിയുള്ളതാണ്ടെ പെന്തിക്കോസിലേക്ക് പോകുന്നു. അപ്പം അവൾ പറഞ്ഞു അത് അവളുടെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് എന്താ? അപ്പം ഇവർ പറഞ്ഞു സ്വസ്ത്രം. ഇത് പോന്നപ്പോഴേ അപ്പം ഈ പെണ്ണുമ്പോൾ എന്ത് ചെയ്തു? ഈ ബൈബിള് കയ്യിലോട്ട് എടുത്ത് ഇങ്ങനെ നെഞ്ചത്തോട്ട് പിടിച്ച് അന്തസ്സായിട്ട് പോന്നു.
അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ വെമ്പുള്ള മനഃപൂർവ്വം ഞങ്ങളെ കളിയാക്കിയതാ, ഇത് കൂട്ടിക്കിടന്ന സാധനം കൊടുത്ത് നെഞ്ചത്തോട്ട് പിടിച്ചപ്പോൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, എടി നീ അവരെ വെല്ലുവിളിക്കാതെ നീ അത് ആ കൂട്ടിനകത്ത് തന്നെ ഇട്ടുകൊണ്ട് പോകും. ഇതിപ്പം മനുഷ്യനെ കാണിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, നമ്മൾ ആ മതക്കാരല്ലായിരുന്നല്ലോ. ഈ സങ്കടം പാസ്റ്ററോട് പറഞ്ഞപ്പം പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, ആ സഹോദരിക്ക് നേരിട്ട് പ്രയാസമുള്ളൂ, പ്രാർത്ഥിക്ക്. അങ്ങേരുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു കാര്യം പറഞ്ഞു പോയി. ഇതുപോലെ ആർക്കെങ്കിലും ബൈബിൾ കൊണ്ടു നടക്കാൻ പ്രയാസമുള്ള ഇവിടെ വെച്ചിട്ട് പൊക്കോ. 6-7 എണ്ണം, ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്ക്. അവരിപ്പോൾ ബൈബിൾ എവിടെ വെക്കുന്നേ, ഇവിടെ വെക്കും. അത് ഇത് കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? ബൈബിൾ ഇപ്പോൾ അത്ര വലിയ കാര്യമാണോ? ബൈബിളാണോ മൊബൈലാണോ പ്രധാനപ്പെട്ട സാധനം? ബൈബിളാണോ? ആണോ? കൊള്ളാം, ആയിരിക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് യോഗം തീർന്നു. നിങ്ങൾ പെരിങ്ങോം വരെ ചെന്നപ്പോൾ ദൈവമേ എൻ്റെ ബൈബിൾ എടുത്തില്ലല്ലോ. പച്ചായൻ പറഞ്ഞു, നിനക്ക് വട്ടാണ്, ഇപ്പം ഓട്ടോറിക്ഷ വിളിച്ച് തിരിച്ച് അവിടെ വരെ പോകാൻ പറ്റും, അങ്ങോട്ട് വൈകുന്നേരം ചെല്ലും. അതാർക്ക് വേണം ഈ സാധനം? ആർക്കെങ്കിലും വേണോ? നിങ്ങൾ മുമ്പ് ഒരു ബൈബിൾ വയ്ക്കുന്നുണ്ടോ? ഇതാരുടെ ഇതാരാ അവിടെ? നമ്മുടെ ബൈബിൾ തന്നെ ചുമക്കാൻ നമുക്ക് നേരമില്ല, പിന്നെയാണ് വലിയ ബൈബിൾ വെക്കുന്നത്. അത് വൈകുന്നേരം വരുമ്പോൾ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വേണ്ട ഞായറാഴ്ച പോയാൽ എടുക്കൂല, കിട്ടൂലോ, ആരും കൊണ്ടുപോകില്ലല്ലോ. നിങ്ങൾ പെരുങ്ങോമ്പ് ചെന്നപ്പോൾ അച്ഛാ എടി എൻ്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. അതവിടെ ഇരിക്കട്ടെ, അച്ഛാ അടുത്ത ഞായറാഴ്ച ചെല്ലുമ്പം ആംബുലൻസ് വിളിച്ച് തിരിച്ചു വരും. അവിടെ ഞാൻ വരുമ്പോഴേക്കും ഓടിക്കും, ഒരു മൊബൈൽ അവിടെ കണ്ടോ. പിന്നെ തുറക്കാനുള്ള പാസ്വേഡ് അറിയാൻ മേലാത്തോണ്ട് രക്ഷപ്പെട്ടു. അവ ഏതിനാ പ്രാധാന്യം ഒന്ന് പിടികിട്ടിയല്ലോ അല്ലേ. ആട്ടെ, ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത കാലമാണ്, എന്നാലും പോട്ടെ. പ്രമാണം എവിടെ കൊണ്ടു കിടക്കണം? ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോകുന്ന നിങ്ങളുടെ പുറകെ ഞങ്ങളുണ്ടോ? ഇല്ല. ഞങ്ങളുടെ പുറകെ നിങ്ങളുണ്ടോ? ഇല്ല. നമ്മളെ പ്രമാണം കൊണ്ട് നടക്കുന്ന ആർക്കും അറിയാമോ? ആർക്കറിയാം? ഒറ്റ ദൂത്. പ്രമാണമുള്ള കാലത്താണ് ദാവീദ് ജീവിച്ചത്. വർഷിപ്പ് ലീഡറായിരുന്നു. ഒരുപാട് സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചവിട്ടിയിട്ടുണ്ട്. പാപം ചെയ്യുന്ന സന്ദർഭം മനസ്സിലായോ? സ്വന്തം വീട്, സ്വന്തം കിടക്ക. സന്ധ്യക്കെന്താ പുള്ളിയുടെ പണി? പ്രാർത്ഥന. വാക്യമുണ്ട്, ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും. അപ്പോൾ വൈകുന്നേരമുള്ള പണി എന്താ? പ്രാർത്ഥന. പക്ഷെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു നടന്നു. സ്ത്രീ കുളിക്കുന്ന കണ്ടു, പാപം ചെയ്തു. മനസ്സിൽ കുറിക്ക്. ഇനി പുറപ്പാട് 20:15 ഇല്ലാതിരുന്നൊരു കാലം. കഥാപുരുഷൻ യോസേഫ്. സാഹചര്യം അനുകൂലം. അച്ഛൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ വിളിച്ചു കയറ്റി. പുരുഷനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. അവനിട്ടേ ചോടുമ്പം പറഞ്ഞ വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് നിന്നോട് ചെയ്താൽ യഹോവയോട് പാപം ചെയ്യുന്നു. അന്നേരം വാക്യം എവിടാ? പുസ്തകമൊന്നുമില്ലച്ചാ. അന്നേരം പ്രമാണം ഇവിടെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. ദുബായിൽ പോയാലും UK പോയാലും ലോകത്തിന്റെ ഏത് കോണിൽ മക്കളെ നിങ്ങൾ പോയാലും പെരിങ്ങോം ചർച്ചിൽ നിന്നും നിങ്ങളെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകരുടെ ബാലപാഠങ്ങൾ, ഈ സഭയിൽ നിങ്ങൾ മുഴങ്ങിക്കേട്ട ആത്മീക വചനത്തിന്റെ ഈടുറ്റ ലേഖനങ്ങൾ എവിടെ പോയാലും നിങ്ങൾ സങ്കീർത്തനങ്ങളാണേലും സ്തുതികളാണേലും ഹൃദയത്തിൽ നിന്നും മറക്കാത്തവരായി, അത് ഹൃദയത്തിനകത്ത് യഹൂദന്മാർ തുകൽ ചുരുളുകൾ കൈക്കിലും നെറ്റിയിലും കെട്ടിയിടുന്ന പോലെ ദൈവത്തിന്റെ വചനം, അതിന്റെ പ്രമാണം അകത്ത് സൂക്ഷിക്കുന്ന ദൈവമക്കളായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പുറകെ, എന്റെ പുറകെ ആർക്കും ആരുടെയും പുറകെ നടക്കാൻ ഒക്കുകയില്ല. അതിന്റെ പ്രമാണം വേണ്ടത് എവിടെയാണ്?